ഹിസ്സിൽ നൽകിയിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായിരിക്കുന്ന ഒരു സഹാബിയെക്കുറിച്ച് കൊണ്ടുള്ള ചോദ്യമാണ്. പരിശുദ്ധ ഖുർആന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സഹാബി, തർജമാനുൽ ഖുർആൻ എന്നാണ് അദ്ദേഹത്തിന് ചരിത്രത്തിൽ നൽകിയിരിക്കുന്ന പേര്. ഇസ്ലാമിക ലോകത്ത് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാവ്, ഔദ്യോഗികമായി വ്യാഖ്യാനിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി കൊടുത്ത ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. തന്റെ വായിൽ അള്ളാഹുവിന്റെ റസൂൽ തുപ്പിക്കൊടുത്തുകൊണ്ട് അല്ലാഹുമ്മ അല്ലിംഹു തവീൽ അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ഫിഖ്ഹ് നൽകുകയും അതുപോലെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള അറിവിനി നൽകുകയും ചെയ്യണമേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത, ബർക്കത്ത് നേടിയ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. മഹാൻ അവർകൾ ഹിജ്റയുടെ 3 വർഷം മുമ്പാണ് മഹാനവറുകൾ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സന്ദർഭത്തിൽ 13 വയസ്സായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത്. 81 വയസ്സ് ജീവിച്ച മഹാനവറുകൾ ഹിജ്റ 68 വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം തന്റെ ശിഷ്ടകാലം ദീനീ പ്രബോധനത്തിനു വേണ്ടിയും ജനങ്ങളെ പരിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ ആശയങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടും മഹാനവറുകൾ തന്റെ പ്രബോധന മേഖലയായി തിരഞ്ഞെടുത്തത് തായിഫ് പട്ടണമായിരുന്നു. ലോകത്തിന് നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദർസിലേക്ക് വിവിധ വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം പരിശുദ്ധ ഖുർആനാണെങ്കിൽ മറ്റൊരു ദിവസം ഹദീസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്, മറ്റൊരു ദിവസം ഫിഖ്ഹിനെ കുറിച്ചാണ് എടുക്കുന്നത്, മറ്റൊരു ദിവസം ചരിത്രമാണ് എടുക്കുന്നത്, മറ്റൊരു ദിവസം കവിതയാണ്, മറ്റൊരു ദിവസം അറബികളുടെ യുദ്ധങ്ങളെ കുറിച്ചുകൊണ്ടുള്ള അറബികളുടെ അയ്യാമുൽ അറബിനെ കുറിച്ചിട്ടുള്ള ദർസുകളാണ് മഹാനവറുകൾ എടുത്തിരുന്നത്. വലാ റഅയ്തു ആലിമൻ ഖത്തു ജലസ ഇലൈഹി ഇല്ലാ ഖദഅലഹു എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഏതൊരാൾ ചെന്നിരുന്നാലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാന്റെ വിജ്ഞാനത്തിന് മുകളിൽ തല കുനിച്ചുകൊണ്ടല്ലാതെ പോവാറില്ലായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏത് വിഷയങ്ങൾ ചോദിച്ചാലും അതുമായി ബന്ധപ്പെട്ട അറിവ് മഹാനവറുകളുടെ അടുക്കലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തർജമാനുൽ ഖുർആൻ എന്ന് പേര് വന്നിരിക്കുന്നത് സഹാബത്തിനിടയിൽ പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നേടിയിരുന്നു, പ്രത്യേകമായ ഒരു ദുആയും ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഭാഷാപരമായി വെറും ഭാഷ പഠിച്ചുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കാമെന്ന് ആരും ധരിച്ചു പോകരുത്. മഹാനവറുകൾ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് കാലം എല്ലാ വിഷയത്തിലും പ്രാവീണ്യം നേടിയതിനു ശേഷമാണ് ഈ വിഷയത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിട്ടുള്ളത് എന്നുള്ള കാര്യം നാം പ്രത്യേകം സ്മരിക്കേണ്ടതാണ്.